എന്നാൽ പിന്നെ ഒരു പത്തനംതിട്ട യാത്രയായാലോ. അങ്ങനെ രാവിലെ തന്നെ ആനവണ്ടി പിടിച്ചു കേട്ടോ. ആനവണ്ടി എപ്പോഴും നമുക്കൊരു നൊസ്റ്റാൾജി ആണല്ലോ. അധികം തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ സൈഡ് സീറ്റ് തന്നെ കിട്ടി, നല്ല കാറ്റൊക്കെ കൊണ്ട് ഞാനങ്ങനെ പോവാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഈ കോന്നി എന്ന് പറയുന്ന സ്ഥലത്ത് ഭയങ്കര റിസർവ് ഫോറസ്റ്റ് ആണ്. അങ്ങനെ അവിടെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയി. നല്ല അടിപൊളി സ്ഥലമാണ്, പക്ഷേ ഭയങ്കര വെയിലായതുകൊണ്ട് വെള്ളമൊന്നുമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ തന്നെ കുറച്ച് ഫോറസ്റ്റ് ഓഫീസേഴ്സ് അങ്ങോട്ട് വന്നേ. അവർ പറഞ്ഞു ഇവിടെ നിൽക്കാൻ പാടില്ല, ഇപ്പോൾ ആന ഇറങ്ങുന്ന സമയമാണ്. എൻ്റെ അമ്മ തിരിഞ്ഞു നോക്കിയപ്പോൾ 2 ആനപ്പെണ്ണും കൂടെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഞാൻ. ഞങ്ങൾ ഇപ്പോൾ അപ്പോഴേ അവിടെ നിന്ന് സ്ഥലം വിട്ടേ, പക്ഷേ ഇവിടെ വെയിലെല്ലാം കൊണ്ടുകൊണ്ടായിരിക്കാം നല്ല വിശക്കുന്നു. അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് ആൽഫാമന്തി കഴിക്കാൻ വേണ്ടി കയറി. ഫുഡാണേ വരാൻ ഒത്തിരി ലേറ്റാണ്, എനിക്ക് വിശന്നിട്ടാണേ വയ്യ. കൂട്ടാനാണെങ്കിലും ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ആൽഫാമന്തി വന്നു. ആൽഫാമന്തി വന്നപ്പോഴേ നമ്മളങ്ങ് കയറി പിടിച്ചില്ലേ, അടിപൊളിയായിട്ട് ഫുഡ് കെട്ടാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് പെട്ടെന്ന് തീർന്നെന്ന് തോന്നുന്നു. പക്ഷേ ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല, നല്ലൊരു മന്തി തന്നെയായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, തിരിച്ച് കോട്ടയത്തിന് ബസ് പിടിച്ചു. അങ്ങനെ ബസ്സിൽ കയറിയേ. ബസ്സിൽ വലിയ ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കോട്ടയംകാരനായതുകൊണ്ട് പിന്നെ കോട്ടയം ബസ്സിൽ പിടിക്കാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നമുള്ളായിരുന്നു, എൻ്റെ സൈഡിലായിരുന്നു സൂര്യൻ. നല്ലപോലെ വെയിലടിച്ച് ടാനടിച്ചാണ് വീട്ടിലെത്തിയത്. അപ്പം ടാറ്റാ ബൈ ബൈ.